നീ എവിടെ പോയി കിടക്കുവായിരുന്നോടാ ഇത്ര നേരം? ഇന്ന് 1-ാം തീയതി അറിയില്ല ചങ്ങാതി. ഇത് ഒന്ന് കിട്ടാനായിട്ടൊന്ന് പാടുപെട്ട് എത്ര സ്ഥലത്ത് പോയിട്ട് വന്ന് കിട്ടിയെന്നറിയോ? എന്ത് നോക്കിയിരിക്കുവാടാ ഇവിടെ? ഇവിടെ എല്ലാ ദിവസവും ഉണ്ടല്ലോ. എനിക്കൊന്നും വേണ്ട, ഞാൻ എൻ്റെ പശുവിനെ നോക്കാൻ വന്നതാ. ദേണ്ടാ പറഞ്ഞോളൂ, 2-3 കിളവന്മാര് മസിൽ വീർപ്പിക്കാൻ നടക്കുകയാ. 2 അടിച്ചേച്ചു പോ മക്കളെ, ഓട്ടത്തിനൊരു ഉഷാറ് കിട്ടട്ടെ. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹായ്, ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ചേച്ചി ഇന്ന് അവിടെ പോയി? ചേച്ചി ഒന്ന് വീട്ടിൽ പോയി, നാളെ വരും. ആ കലിങ്ങിലിരുന്ന് വെള്ളം അടിക്കുന്ന ടീമില്ലേ, അവർക്ക് നമ്മളെ കാണുമ്പോൾ ഒരു ചൊറിച്ചില്ല. അത് ശരിയാ, ഇവന്മാർക്ക് വെള്ളം അടിക്കണമെങ്കിൽ വീട്ടിലിരുന്ന് കഴിച്ചാൽ പോരെ, വെറുതെ ആൾക്കാരോട് മെക്കിട്ടുകാരുടെ കാര്യം. എന്ത് ചെയ്യാനാ, നമുക്ക് മൈൻഡ് ചെയ്ത് അങ്ങ് പോയാൽ മതി. ഇന്ന് അവന്മാരും എല്ലാം പറഞ്ഞാൽ ഞാൻ കയറി ഇടപെടും. വേണ്ട ഏട്ടാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് വേണ്ടെന്നേ, അവന്മാർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെൻ്റെ നമുക്ക് നോക്കാം. ഓ, അമ്മയും മോനും അമ്പലത്തിൽ പോയിട്ട് വരികയാണോ? ഞങ്ങൾക്കും കൂടി കുറച്ച് പുണ്യം തരാൻ പാടില്ലേ? പോടാ, വീട്ടിൽ പോയി പറയടാ. ബാമൻ, നമുക്ക് പോവാം. എന്താടാ നിന്റെയൊക്കെ പ്രശ്നം? നടുറോഡിൽ നിന്നാണ് വെള്ളം അടിക്കണം. ഈ കലിങ്ങാച്ചാലും നടുറോഡിൽ നിന്നാണ് വെള്ളം അടിക്കണം. ഞങ്ങളെ കാശ് കൊടുത്ത് ഞങ്ങളൊക്കെ കുടിക്കാം. കുടിക്കാൻ വന്നതാണോ? നീ പോണം. അവർ കുടിയന്മാർ, അവരോട് നമ്മൾ എന്ത് പറയാൻ? നമ്മുടെ കലിങ്കണ്ണന്മാരെ കണ്ടിട്ട് കുറച്ചായല്ലോ. ഉമ്മാർക്ക് എന്തു പറ്റി, വല്ല അറിയാമോ? എന്ത് പറ്റിയാവോ? നിങ്ങളറിഞ്ഞില്ലേ, ഒരാള് ലിവർ പോയി ഹോസ്പിറ്റലാണ്, മറ്റേ ആളും ഹോസ്പിറ്റലാണെന്നാ കേട്ടത്. വെള്ളം അടിച്ചിട്ടാ? അവരുടെ ഒരു അവസ്ഥയെ, എത്രയോ പ്രാവശ്യം ഇവർ ആളുകളോട് ഓരോരോ പ്രശ്നങ്ങളുണ്ടാക്കുന്നു, എന്നും തലവേദന. ഇത് സ്ഥിരം പരിപാടി. ചേട്ടനോട് വരെ അന്ന് കണ്ടതല്ലേ? നിങ്ങൾ കണ്ടതല്ലേ, അന്ന് കണ്ടതല്ലേ, കഷ്ടമായി പോയി. ഇതാണ് കുടിയന്മാർക്കുള്ളൊരു പാട്. അത് മനസ്സിലാക്കിയാൽ നന്നു. മദ്യപാനികൾ അവരുടെ ആരോഗ്യം നോക്കാറില്ല. ആരോഗ്യം നോക്കുന്നവരോട് അവർക്ക് പുച്ഛവും പരിഹാസവുമായിരിക്കും. ഇവരുടെ എല്ലാം ജീവിതം വളരെ പരിതാപകരമായിരിക്കും. അവരുടെ കുടുംബവും പോകും.